ഒരിടത്തൊരിടത്ത് ഒരു അലക്കുകാരനുണ്ടായിരുന്നു. ഈ അലക്കുകാരൻ്റെ തൊട്ട അയൽപക്കത്ത് താമസിക്കുന്നത് ഒരു കുശവനാണ്. ഈ കുശവനും ഈ അലക്കുകാരനും തമ്മിൽ എപ്പോഴും വഴക്കാണ്. കാരണം അലക്കുകാരന് എന്നും പണിയുണ്ട്. ആൾക്കാർ മിക്കവാറും എന്നും അയാൾക്ക് തുണി അലക്കാൻ കൊടുക്കും. അതേസമയം കുശവൻ മണ്ണൊക്കെ കുഴച്ച് നല്ല വൃത്തിയായിട്ട് കലമുണ്ടാക്കിയാലും ഒന്ന് പൊട്ടിയാലേ ആൾക്കാർ മറ്റൊന്ന് വാങ്ങുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കുശവന് വലിയ അസൂയായിരുന്നു ഈ ആൾക്കാരനോട്. അങ്ങനെ എന്നും വഴക്കിന് ചെല്ലും. ഈ അലക്കുകാരനെ എങ്ങനെയെങ്കിലും ഒന്ന് പറ്റിക്കണം എന്നതായിരുന്നു ഈ കുശവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇവരുടെ നാട്ടിലെ രാജാവ് ഒരു മണ്ടനായിരുന്നു. ഈ രാജാവ് ഒരിക്കൽ നാട് കാണാൻ ഇറങ്ങിയത് ആനപ്പുറത്താണ്. രാജാവ് വരുന്ന വഴിക്ക് ഈ കുശവൻ പോയി കാത്തു നിന്നു. രാജാവ് അടുത്ത് ചെന്നപ്പോൾ അയാൾ ഒറ്റ കരച്ചിൽ. തൻ്റെ ഒരു പ്രജ കരയുന്നത് കണ്ടപ്പോൾ രാജാവിന് സഹിച്ചില്ല. രാജാവ് അയാളെ വിളിച്ച് കാരണം ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ പൊന്ന് തമ്പുരാനെ, ഇത്ര മഹാനായ അങ്ങ് ഈ കറുത്ത ആനപ്പുറത്ത് യാത്ര ചെയ്യുന്ന എനിക്ക് ഒട്ടും സഹിക്കുന്നില്ല. അങ്ങ് ഒരു വെളുത്ത ആനപ്പുറത്തല്ല യാത്ര ചെയ്യേണ്ടത്. അതല്ലേ അതിൻ്റെ ഒരു ഗമ. എൻ്റെ തൊട്ട അയൽപക്കത്താണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ അലക്കുകാരൻ താമസിക്കുന്നത്. അയാൾ എത്ര മുഷിഞ്ഞ സാധനങ്ങളും വെളുപ്പിച്ചു കൊടുക്കും. ഈ ആനയെ വെളുപ്പിക്കാനായി ഒരു പ്രയാസം ഉണ്ടായിരിക്കില്ല. ഇത് കേട്ട രാജാവിനെ ഉടൻ തന്നെ തൻ്റെ ആനയെ വെളുപ്പിക്കണം എന്ന ആഗ്രഹം തോന്നി. രാജാവ് ഉടൻ തന്നെ ഈ അലക്കുകാരനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. രാജാവ് കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നു എന്നറിഞ്ഞപ്പോഴേ അലക്കുകാരന് മനസ്സിലായി കുശവൻ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടെന്ന്. എന്തായാലും അയാൾ വേഗം കൊട്ടാരത്തിലേക്ക് ചെന്നു. രാജാവ് പറഞ്ഞു, നീ വലിയ മിടുക്കനാണെന്നാണ് ഞാൻ കേട്ടത്. എനിക്കൊരാഗ്രഹമുണ്ട്. എനിക്കിനി മുതൽ വെളുത്ത ആനപ്പുറത്ത് യാത്ര ചെയ്യണം. അതുകൊണ്ട് ഉടൻ തന്നെ നീ എൻ്റെ ആനയെ ഒന്ന് കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കി വെളുപ്പിച്ച് തരണം. അലക്കുകാരൻ ആലോചിച്ചു. വയ്യ എന്ന് രാജാവിനോട് പറയാൻ പറ്റില്ല, എന്നാൽ ആനയെ കുളിപ്പിച്ച് വെളുപ്പിക്കാനും പറ്റില്ല. അയാൾ തല ചൊറിഞ്ഞുകൊണ്ട് രാജാവിനോട് പറഞ്ഞു, മഹാരാജാവേ, എനിക്ക് ഒരു വിരോധവുമില്ല. ഞാൻ സാധാരണ ഒരുപാട് അഴുക്കുള്ള തുണികൾ പുഴുങ്ങിയാണ് കഴുകുന്നത്. അപ്പോൾ ഈ ആനയെ അങ്ങനെ പുഴുങ്ങാതെ എനിക്ക് കഴുകാൻ പറ്റില്ല. അപ്പോൾ ആനയെ പുഴുങ്ങണമെങ്കിൽ എനിക്ക് അതിന് പറ്റിയൊരു വലിയ പാത്രം വേണം. എൻ്റെ അയൽപക്കത്ത് ഒരു മിടുക്കനായ കുശവൻ താമസിക്കുന്നുണ്ട്. അയാളെപ്പോലെ മിടുക്കനായ ഒരു കുശവൻ ഈ നാട്ടിലില്ല. അതുകൊണ്ട് കുശവൻ ആനയെ പുഴുങ്ങാൻ പറ്റിയൊരു വലിയ പാത്രം എനിക്ക് ഉണ്ടാക്കി തരികയാണെങ്കിൽ ഞാൻ ആനയെ പുഴുങ്ങി കഴുകി വെളുപ്പിച്ച് തരാം. രാജാവ് ഉടൻ തന്നെ കുശവന് വേണ്ടി ആളയച്ചു. കുശവൻ ഓടിപ്പിടിച്ച് കൊട്ടാരത്തിലെത്തിയപ്പോൾ രാജാവ് പറഞ്ഞു, അലക്കുകാരൻ ആനയെ വെളുപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെ പുഴുങ്ങാൻ പറ്റിയൊരു പാത്രം നീയാണ് ഉണ്ടാക്കി തരേണ്ടത്. ഉടൻ തന്നെ പാത്രത്തിൻ്റെ പണി തുടങ്ങിക്കോളൂ. ഉടൻ തന്നെ പാത്രം പണിഞ്ഞു തരാം എന്നും പറഞ്ഞ് വീട്ടിലേക്ക് വന്ന കുശവൻ പിറ്റേന്ന് തന്നെ തൻ്റെ സാധനങ്ങളും പെറുക്കി കെട്ടി നാട് വിട്ടു. പിന്നെ അയാളെ ആരും കണ്ടിട്ടേയില്ല.